ഇന്നത്തെ യാത്ര പട്ടാമ്പിയിലേക്കാണ് കേട്ടോ. വിക്രമാദിത്യന് കൂട്ട് വേതാളം എന്ന് പറഞ്ഞ പോലെ ഇന്നത്തെ കൂട്ട് ലാമിയാണ്. ഇന്നത്തെ യാത്ര ആരംഭിച്ചത് തലശ്ശേരിയിൽ നിന്നാണ്. നിങ്ങൾക്കുണ്ടോ ഇതേപോലൊരു ഫ്രണ്ട്? ട്രെയിനിൽ കയറിപാടെ ഉറങ്ങുന്ന കൂട്ട് ഉണ്ടെങ്കിൽ ഇവിടെ മെൻഷൻ ആക്കട്ടോ. അങ്ങനെ ഞങ്ങള് പട്ടാമ്പിയിലേക്ക് എത്തി. ഇവളെന്താ ഈ വാ പൊളിച്ച് നിൽക്കുന്നേന്നില്ല ചിന്തിക്കുന്നേ. ദാ ഈ വീഡിയോ എടുക്കുന്ന മുതലിനെ കണ്ടിട്ടാണ് കേട്ടോ. കാരണം ഉണ്ടല്ലോ, അവൾ ഇന്നലെ മീറ്റിന് വരുന്നില്ല എന്ന് പറഞ്ഞത്. ബട്ട് സർപ്രൈസ് ആയിട്ട് വന്നു. എനിക്ക് വരുന്നത് മുൻകൂട്ടി അറിയാവുന്നതുകൊണ്ട് എന്റെ എക്സ്പ്രഷൻ മിസ്സായി. അങ്ങനെ ഞങ്ങൾ മീറ്റിംഗ് പ്ലേസിലെത്തി. ഷമീറത്താടെ വീടായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ മീറ്റിംഗ് പ്ലേസ്. അല്ലേ, ലവളുണ്ടല്ലോ, അവളുടെ മുമ്പിൽ ഞങ്ങളുടെ സർപ്രൈസ് അങ്ങോട്ട് പൊളിഞ്ഞു. അതുകൊണ്ട് തന്നെ അവളുടെ എക്സ്പ്രഷനും മിസ്സായി. ഇത് മിസ്സായാലെന്താ, അതൊക്കെ മേലെ ഒന്ന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളുടെ മീറ്റ് സ്റ്റാർട്ട് ചെയ്തു. ഇന്നും ഞങ്ങളുടെ കൂടെ സൈൻ ഇൻ ചെയ്യാൻ കുറച്ച് പേരുണ്ടായിരുന്നു. ഇവരുടെ വീട്ടിലായിരുന്നു കേട്ടോ ഇന്നത്തെ മീറ്റ് ഉണ്ടായിരുന്നത്. അങ്ങനെ എല്ലാവർക്കും ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. ഇപ്പോൾ ഫ്യൂച്ചർ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെ പല ഡിസ്ട്രിക്റ്റിലായി ഒത്തിരി ഫ്രണ്ട്സിനെയും കിട്ടി, വാല്യുബിൾ ആയിട്ടുള്ള ഫ്രണ്ട്സിനെയും കിട്ടി. അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ അവിടുന്ന് മടങ്ങി നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വിട്ടു. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിട്ടോ. ഞങ്ങൾക്ക് പിന്നെ വീണിടം വിഷ്ണുലോകം ആയതുകൊണ്ട് തന്നെ സംസാരിച്ച സമയം പോയത് അറിഞ്ഞില്ല. അങ്ങനെ ട്രെയിൻ വന്നു, ട്രെയിനിലേക്ക് കയറി. സൺഡേ ആയതുകൊണ്ടോന്ന് അറിയില്ല, ട്രെയിനിൽ നല്ല റഷായിരുന്നു. അങ്ങനെ ട്രെയിൻ കയറി. ഇഫ്രത്ത് ഞങ്ങളുടെ കൂടെ അല്ലാത്തതുകൊണ്ട് തന്നെ അവള് കൂടെ കയറിയില്ല, അവൾ ആലപ്പുഴയിലേക്കും വിട്ടു. അങ്ങനെ ലാമി തലശ്ശേരിയിലേക്ക് ഇറങ്ങി. പിന്നെ ഞാൻ ഒറ്റയ്ക്കായി. ഹാവൂ, നമ്മൾ എവിടെ പോയാലും തിരിച്ച് നമ്മുടെ നാട് കാണുമ്പോൾ വല്ലാത്തൊരു ഫീൽ ഉണ്ടാവും അല്ലേ. അങ്ങനെ ഞാനും നാട്ടിലെത്തി.